പാലിയേക്കര ടോൾ വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചേക്കും. കർശന ഉപാധികളോടെ ആയിരിക്കും ടോൾ പിരിവ് പുനരാരംഭിക്കാനുള്ള ഉത്തരവുണ്ടാകുക എന്ന് കോടതി അറിയിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നെങ്കിലും മുരിങ്ങൂർ ഭാഗത്തെ മണ്ണിടിച്ചിലിനെ തുടർന്ന് നീട്ടുകയായിരുന്നു. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ, ഈ ടോൾ പിരിവ് പുനരാരംഭിക്കാം എന്ന നിലപാട് തന്നെയാണ് കോടതിക്കുമുള്ളത്. പക്ഷേ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനിടയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിമർശനം കോടതി ഉന്നയിച്ചതാണ് നേരത്തെ. പൂർണ്ണമായി അത് പരിഹരിച്ചതിന് ശേഷം മതി ടോൾ പിരിവ് എന്ന നിലപാട് കോടതിക്കുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ മുരിങ്ങൂർ ഭാഗത്തെയും പ്രശ്നം പരിഹരിച്ചു എന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടാനാണോ അധികൃതർ ഒരുങ്ങുന്നത്? അങ്ങനെയെങ്കിൽ ടോൾ പിരിവ് പുനരാരംഭിക്കുന്ന ഉത്തരവ് ഇന്ന് പ്രതീക്ഷിക്കാമോ അൻമരിയ? റിജിത്ത്, അങ്ങനെ തന്നെയാണ് നമ്മളും കരുതുന്നത്. ടോൾ പിരിവ് അത് പിരിക്കുന്നതിന് വേണ്ടിയിട്ടുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് അത് ഇന്ന് പുറപ്പെടുവിച്ചേക്കും എന്നാണ് കോടതിയും അറിയിച്ചിരിക്കുന്നത്. ഈ 51 ദിവസമായി ഈ പാലിയേക്കരയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ട് ആ 51 ദിവസത്തിനിടയിൽ പലപ്പോഴായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ടായിരുന്നു. പലതവണയായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്ന സമയങ്ങളിലെല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നത് അവിടെ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം, ആ യാത്രാ ദുരിതം തന്നെയായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് പലതവണ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഓരോ തവണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ഹൈക്കോടതി പല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചൂണ്ടിക്കാണിച്ചു. പിന്നീട് വീണ്ടും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി, അതിലൊരു വിലക്ക് അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിധി വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയാണ് കോടതിയും അറിയിച്ചിരുന്നത്. പക്ഷേ ആ സമയത്താണ് മുരിങ്ങൂരിൽ റിജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാക്കുന്നത്. ആ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയും പരിഗണിക്കുന്ന സമയത്ത് അറിയിച്ചിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള, മുരിങ്ങൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ജില്ലാ കളക്ടറോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും ഇന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇന്ന് പാലിയേക്കരയിൽ ടോൾ പിരിവ് പിരിക്കാനാവുമോ എന്നത് സംബന്ധിച്ചുള്ള വിധി വരിക. പക്ഷേ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അത് കർശന ഉപാധികളോടെ ആയിരിക്കുമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിട്ടുണ്ട്. റിജിത്ത്. ശരി, ആൻമരിയ സണ്ണി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്നൊരു പക്ഷേ ടോൾ പിരിവ് പുനരാരംഭിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരാനാണ് സാധ്യത. അതല്ല ഇനിയും പ്രശ്നങ്ങളുണ്ട് എന്നാണ് കളക്ടർ ചൂണ്ടിക്കാട്ടാൻ പോകുന്നതെങ്കിൽ, അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാട്ടാൻ പോകുന്നതെങ്കിൽ ഒരുപക്ഷെ അതിരൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.